നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓരോ യുഗത്തിലും ഓരോ ധർമ്മങ്ങൾ. ആദ്യത്തെ യുഗത്തിലാണെങ്കിൽ ധ്യാനാദികൾ, പിന്നീട് യജ്ഞങ്ങൾ വിധിച്ചു. മനസ്സിനെ ഏകാഗ്രമാക്കി ധ്യാനിക്കാൻ വളരെ വിഷമം. അത്രയ്ക്ക് വിഷമമില്ല ഓരോ കർമ്മങ്ങൾ ചെയ്യാനായിട്ട്. ശരീര ക്ലേശമുണ്ടെന്നേ ഉള്ളൂ. കുറെ കഴിഞ്ഞപ്പോൾ അതും വേണ്ട പോലെ പറ്റാതായി. ചില യാഗങ്ങൾ ചെയ്യണമെങ്കിൽ എത്ര വർഷങ്ങൾ വേണം. യസാർദ്ധ സപ്തദശ മാസ സമാപനീയ. രാജസൂയം ചെയ്യണമെങ്കിൽ 17.5 മാസം വേണം. അനേക യാഗങ്ങൾ കൂടിച്ചേർന്നതിൻ്റെ പേരാണ് യാഗം, രാജസൂയം. അതാണ് യസാർദ്ധ സപ്തദശ മാസ സമാപനീയ. 17.5 മാസം നീണ്ടു നിൽക്കുക. ഇതൊക്കെ ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും പറ്റില്ല ഈ കലികാലത്ത്. അപ്പോഴാണ് ആ ക്ലേശങ്ങളൊക്കെ തീർത്ത് എല്ലാ ശാസ്ത്രങ്ങളിലെ സാരമെടുത്ത് ഒരു ഗ്രന്ഥം നിർമ്മിച്ചു. നിങ്ങളിത് വേണ്ട പോലെ ഇതിനെ ശ്രവണ മനനങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ തത്വത്തിൽ മനസ്സ് വയ്ക്കാൻ കഴിയും, നിധിധ്യാസനം ചെയ്യാൻ കഴിയും. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. മറ്റ് പല ശാസ്ത്രങ്ങളുണ്ട്, പക്ഷെ ആ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചേ ഉള്ളൂ. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റില്ല. ഈ കലിയുഗത്ത് ഈ ഭാഗവതമാകുന്ന ശാസ്ത്രമാണ് പറ്റുക. അതുകൊണ്ട് എല്ലാത്തിൻ്റെ സാരം ഇതിലുണ്ട്. ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ അതിൻ്റെ മുഴുവൻ സാരം സമുദ്രകം. സർവവേദേതിഹാസാനാം സാരം സമുദ്രകം. എല്ലാത്തിൻ്റെ സാരമെടുത്ത് നിർമ്മിച്ചതാണ് ഈ ഗ്രന്ഥം. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധീന വിദ്യതേ. ആത്യന്തികമായിട്ട് എല്ലാവർക്കും വേണ്ടത് ഒരു മനസ്സന്തോഷം, ഒരു മനഃശാന്തി. ബാക്കി എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്, മനസ്സിന് സന്തോഷം. അത് ഇതുകൊണ്ടാണ് ശരിക്കും കിട്ടുക ഈ ഭാഗവതം. ഇതിൽ പറഞ്ഞ ധർമ്മങ്ങൾ വളരെ എളുപ്പമായിട്ടുള്ളതാണ്. അത് ധർമ്മ പ്രോജ്ജിതകൈതവോത്ര പരമ നിർമ്മത്സരാണാം സദാം. അന്യൻ്റെ നന്മ കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളാണ് നിർമ്മത്സരന്മാർ. അന്യോൽക്കരുഷം വിലോക്യാശു യാ ഖിദ്യതി സമത്സരി. അപ്പം നമ്മുടെ മനസ്സിന് മാത്സര്യം മുതലായിട്ടുള്ള എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയാൻ വേറെ എവിടെയും പോകേണ്ട, അവനവൻ തന്നെ പരീക്ഷിച്ചറിയാമെന്ന്. അവനവൻ്റെ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ച് അതെങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം. അതാണ് അന്യൻ്റെ നന്മ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് നമുക്ക് മനസ്സിനെന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായിട്ടുള്ള മനസ്സാണെന്ന് മനസ്സിലാക്കിക്കോളൂ. മനസ്സ് ശുദ്ധമായാൽ നമുക്ക് സന്തോഷം കിട്ടും. ആ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ്, സാധനകളാണ് ഈ ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിലായി 335 അധ്യായങ്ങളിലെ 11,000 ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു. ഇത് വേണ്ട പോലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ, പഠിക്കാൻ കഴിഞ്ഞാൽ, വേദം പഠിക്കാൻ കഴിഞ്ഞില്ലോ, യജ്ഞങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ, വലിയ പൂജാവിധികൾ അറിയില്ലോ, വലിയ തീർത്ഥങ്ങളിൽ പല ദിക്കിലും പോയി സ്നാനം ചെയ്യാൻ കഴിഞ്ഞില്ലോ, ഇതൊന്നും ദുഃഖിക്കേണ്ടതില്ല. അതിനൊക്കെ സർവപരിഹാരമാണ് ശ്രീമദ് ഭാഗവതം. അത് സദാസേവ്യാണ്. എന്നും കേൾക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞെങ്കിലും എന്നും കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് ഒരു 7 ദിവസമായിട്ട് നിങ്ങൾ ഒരു ഇച്ഛാശക്തിയോടുകൂടി നടത്തുമെന്നാണ്. അപ്പം അങ്ങനെ 7 ദിവസം എന്ന് വെച്ചപ്പോൾ എത്രയോ സപ്താഹങ്ങൾ ആൾക്കാർ വായിക്കണോ കേൾക്കണോ. ഇതൊന്നും ഇല്ലെങ്കിലോ മറ്റ് പുരാണങ്ങൾ പോലെ പേര് പോലെ അറിയാത്തൊരു ഗ്രന്ഥമായി മാറിയേനെ ഈ ശ്രീമദ് ഭാഗവതം. അഗ്നിപുരാണം, വായുപുരാണമൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ ആരുണ്ട്? ഗ്രന്ഥത്തിൽ ഇങ്ങനെ വായിച്ച് കേൾക്കാന്നേ ഉള്ളൂ. ആരും കണ്ടിട്ടില്ല, എന്തൊക്കെയായാലും പറഞ്ഞേക്കണമെന്നൊന്നും അറിയില്ല.
എന്തുകൊണ്ടത്? അതിന് ഇങ്ങനൊരു വിധി വച്ചില്ല. ഇങ്ങനൊരു ഫലശ്രുതിയിൽ ഇന്നാൾ വായിച്ചു, ഇന്നാൾ കേട്ടു, ഇന്നെ ഗുണങ്ങളുണ്ടായി എന്നൊന്നും അതിൽ മാഹാത്മ്യമായിട്ട് വിവരിച്ചില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിന് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യവസ്ഥ വച്ചു 7 ദിവസം കൊണ്ട്. അപ്പോൾ അത് നമ്മളത് കേൾക്കുന്നു. രാമായണം എന്നും വായിക്കേണ്ടതാണെന്നുണ്ടെങ്കിലും ആൾക്കാരത് വായിക്കുന്നില്ല. അപ്പോൾ അതിന് ആചാര്യന്മാർ ഒരു മാസം അതിനങ്ങോട്ട് നീക്കി വെച്ചു. കർക്കിടക മാസം അതിനായിട്ട് മാറ്റിവെച്ചു. അപ്പോഴോ ഈ എത്ര ആളുകളാണ് അത് വായിച്ച് തീർക്കണേ, എത്ര ആൾക്കാരാണ് കേൾക്കണേ, എത്ര പ്രഭാഷണങ്ങൾ അതിന് അങ്ങനെ. അപ്പോൾ അങ്ങനൊരു വ്യവസ്ഥ വെച്ചപ്പോൾ അതുണ്ടായി. അതുപോലെയാണ് ഈ ഭാഗവതം. അപ്പോൾ ഇതിന് വ്യവസ്ഥ വെച്ചപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും ഇതിൽ ചർച്ച ചെയ്യുന്നു. അതിൽ ഭക്തിക്ക് പ്രാധാന്യം, അന്തർമുഖത്വം, ഭക്തിർനാമ അന്തർമുഖത്വം. പുറമേ ഇങ്ങനെ നോക്കി ഓരോന്ന് കാണൽ, കേൾക്കൽ, ആസ്വദിക്കൽ, അതൊക്കെ ബഹിർമുഖത്വമാണ്. അതിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള സുഖം കിട്ടില്ല. അങ്ങനെ നോക്കി ചിന്തിച്ച് വരുന്നു. ഇപ്പം എന്താ ഉണ്ടായെന്ന് നോക്കുമ്പോൾ വെറുതെ സമയം പോയ പോലെ തോന്നും. ഒരു നിമിഷം നേരം അന്തർമുഖമായിട്ടിരുന്ന് ഏതെങ്കിലും ഒരു ഇഷ്ടരൂപം, ദേവതാരൂപം ധ്യാനിച്ചുകൊണ്ടിരുന്ന് നോക്കിക്കോളൂ, ഒരു കൃതാർത്ഥത, വെറുതെ സമയം പോയില്ല എന്നൊരു തോന്നൽ. ആ അന്തർമുഖത്വം ശീലിപ്പിക്കലാണ് ആദ്യം മുതൽ അവസാനം വരെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ. എല്ലാ ഗ്രന്ഥങ്ങളുടെ പരമപ്രയോജനം അതാണ് മനസ്സ് അന്തർമുഖമാക്കി തീർക്കുക. പരാഞ്ചി ഖാരി വ്യസകൽ വ്യതനൽ സ്വയംഭൂഹു. ഇന്ദ്രിയങ്ങളൊക്കെ വച്ച് തന്നു. 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അതൊക്കെ പുറമേ ഉള്ളത് കാണാനാണ്. പുറമേ ഉള്ളത് കാണാൻ അത് ഉപയോഗിക്കും, പുറമേ ഉള്ളതൊക്കെ അറിയാൻ. അതെന്തിനു വേണ്ടിയിട്ട്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷത. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് കണ്ട് അവിടെ തന്നെ വച്ചുകൊണ്ടിരിക്കാനല്ല. ഇതൊക്കെ ഇത് മഴവില്ലൊക്കെ പോലെ മാഞ്ഞ് പോണതാണ് എന്ന് ബോധ്യപ്പെടുത്തി, ഇതൊന്നല്ലാത്ത ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. ഈ ശരീരത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അവർക്ക് സ്വയം ബോധ്യം വന്നു. പണ്ടുള്ള ആളുകൾക്ക്, ഋഷിമാർക്ക്, ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചായി ചിന്ത. ശരീരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കണം, അപ്പോൾ അതിൻ്റെ പിന്നിൽ ഏതോ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ചായി ചിന്ത. അപ്പോഴാണ് ധ്യാനാദികളും. അതിന് പലരും പല മാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ പല ശാസ്ത്രങ്ങളായിട്ട് മാറി. അങ്ങനെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പല രീതിയിൽ. അത് അവരവരെ പിന്തുടർന്ന മാർഗങ്ങൾ, അവർ ചെയ്ത സാധനകൾ നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ളതാണ് ശ്രീമദ് ഭാഗവതം. എല്ലാ ഗ്രന്ഥങ്ങളുടെയും പരമപ്രയോജനം ആ അന്തർമുഖത്വം ശീലിക്കാൻ. വിജ്ഞാനം, വൈരാഗ്യം. നിസ്സാരമാണെന്ന് തോന്നി അതിലാരും മനസ്സുവെക്കില്ല. എന്തോ വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ചാണ് ആളുകൾ അത് സമ്പാദിക്കാൻ നോക്കുന്നത്. അത് നിസ്സാരമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരലാണ്. അതിന് വേണ്ടിയിട്ടാണ് പുറമെയുള്ള കഥകളൊക്കെ പറഞ്ഞത്. അതാണ് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ. എല്ലാ കഥയും അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം നമുക്ക് കേൾക്കാനൊരവസരം. ഭക്തിക്കാണ് പ്രാധാന്യം. അതെല്ലാവർക്കും അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ്, എല്ലാ കാലത്തും പറ്റുന്നതാണ്, ഒരു വിഷമമില്ലാത്തതാണ്. മറ്റ് യോഗങ്ങളൊക്കെ 3 യോഗങ്ങളുണ്ട്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗമുണ്ട്. അതിൽ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നിഷ്കാമം നിയതസ്വധർമ്മചരണം കർമ്മയോഗാഭിധം. ഒന്നിലും ആഗ്രഹമില്ലാതെ കർമ്മങ്ങൾ ചെയ്യാം. വളരെ വിഷമം. അങ്ങനെ അനുഷ്ഠിച്ചാൽ തന്നെയാണ് തദ്ദൂരേത്യഫലം. അതിൻ്റെ ഫലം എന്ന് കിട്ടും, ഏത് ജന്മത്തിൽ എത്രയോ ഒന്നും പറയാൻ പറ്റില്ല, ഒരാൾക്കും കണക്കാക്കാൻ പറ്റില്ല. ഏതോ എത്ര 1000 ജന്മങ്ങളോ കഴിഞ്ഞാൽ കിട്ടി, ആർക്കും അറിയില്ല. തദ്ദൂരേത്യഫലം. അങ്ങനെ വിഷമമുള്ളതാണ്, അതിൻ്റെ അറ്റം കാണാത്തതാണ്. ഫലം ഉറപ്പുള്ളതല്ലെങ്കിൽ അത് വേണ്ട, ഉപേക്ഷിക്കുക. അടുത്ത യോഗം എടുക്കുക. അതായത്
യദ് ഔപനിഷദജ്ഞാനോപലഭ്യം പുനഃ. വേദാന്തങ്ങൾ ഉപനിഷത്തുകളൊക്കെ ജ്ഞാനകാണ്ഡത്തിലൊക്കെ പഠിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ നോക്കുക. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ. അത് അതിനേക്കാൾ ക്ലേശം. പറയണ ആൾക്കും അറിയില്ല, കേൾക്കണ ആൾക്കും അറിയില്ല. പറയുന്ന ആൾക്ക് അനുഭവം വന്നിട്ടുണ്ട് പറയാൻ, അപ്പോൾ അനുഭവം വന്നിട്ടില്ല. അനുഭവം വന്നാൽ പിന്നെ അതൊന്നും പറയുകയില്ല. അനുഭവം വന്ന് ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കാണുന്ന ചേഷ്ടകൾ കരയോ? സ്വപ്നത്തിൽ കാണുമ്പോൾ പേടിച്ച ആൾക്കാർ കരയണം. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കരയില്ല, കാരണം അത് മിഥ്യാന്ന് ബോധം വന്നു. ഇതുപോലെ ശരിയായിട്ടുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വിവരിക്കാനോ ഒന്നും പറ്റില്ല. അവർ അതിൽ ലയിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും വളരെ വിഷമമായിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ശ്രമിച്ച് ഒരാൾക്കെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് അനുഭവം വന്നിട്ടുണ്ടോ ഇല്ലയോ അറിയില്ല. അങ്ങനെയുള്ളതാണ് ജ്ഞാനയോഗത്തിൻ്റെ. അപ്പോൾ അതും വിഷമം. ഇതാണെങ്കിലോ ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അനുഷ്ഠിച്ച് തടഞ്ഞാൽ ആ നിമിഷം മുതൽ അതിൻ്റെ ഫലം കിട്ടി തന്നെ. മറ്റതൊന്ന് എപ്പോഴാണ് കിട്ടാമെന്നറിയില്ല, അതെന്താണെന്നറിയില്ല. അങ്ങനത്തെ ഭക്തിയോഗം അങ്ങനെയില്ല. ആമൂലാദേവ ഹൃദ്യ. ഒരാൾക്ക് വല്ലാതെ ദാഹിക്കുന്നു, വെള്ളം കുടിച്ച അപ്പം തന്നെ ദാഹം മാറി. ഏതോ കാലം കഴിഞ്ഞിട്ടൊന്നല്ല, എല്ലാവർക്കും അനുഭവമുള്ളതാണ്. വിശന്നിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നതോട് കൂടിയിട്ട് വിശപ്പുമില്ലാണ്ടായി. എല്ലാവർക്കും അനുഭവം. അല്ലാണ്ട് ഇന്ന് ഭക്ഷണം കഴിച്ചു കുറേ ദിവസം കഴിഞ്ഞിട്ട് വിശപ്പ് മാറി, അങ്ങനെയല്ല. അതുപോലെയാണ് ഈ ഭക്തിമാർഗം. വളരെ എളുപ്പത്തിൽ ഏത് നിമിഷത്തിൽ അനുഷ്ഠിക്കുന്നുവോ ആ നിമിഷം മുതൽ ആനന്ദം കിട്ടി തന്നെ. അപ്പോൾ അത്ര എളുപ്പമായിട്ടുള്ളതാണ് ഭക്തിമാർഗം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ ബ്രഹ്മദേവൻ ചിന്തിച്ചു നോക്കി എന്താണ് വേദത്തിൻ്റെയൊക്കെ സാരം, ഭാഗവത്തിൻ്റെയൊക്കെ സാരം. ഭഗവാൻ ബ്രഹ്മകാസ്നേന ത്രിരന്വീക്ഷ്യ മനീഷയാ തദധ്യവസ്യൽ കൂടസ്ഥോ രതിരാത്മന്യതോ ഭവേത്. 3 പ്രാവശ്യം എന്താണ് വേദത്തിൻ്റെ സാരം അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ സാരം എന്താണെന്ന് ചിന്തിച്ചു നോക്കി. അവർക്കൊക്കെ ധ്യാനിക്കുമ്പോഴേക്കും തന്നെ എല്ലാം മനസ്സിലാവും. ഒരു പ്രാവശ്യം ധ്യാനിച്ചപ്പോൾ തന്നെ എല്ലാം മനസ്സിലായി. പക്ഷേ മറ്റുള്ളവരുടെ അടുക്ക പറയുമ്പോൾ നമുക്ക് അത്രയും ബോധ്യം വന്നിട്ട് വേണമല്ലോ. അതിനായിട്ട് ഒരു പ്രാവശ്യം കൂടി നോക്കി. അങ്ങനെ 3 പ്രാവശ്യം നോക്കി, വേദം മുഴുവൻ പരിശോധിച്ച് നോക്കി. അപ്പം അതിന് എന്താ മനസ്സിലായത്? ഭക്തി ഉണ്ടാവണം എന്നാണ് ആത്യന്തികമായിട്ടുള്ള ഉപദേശം. ഭക്തി എന്ന് പറഞ്ഞാൽ അന്തർമുഖത്വം. സുന്ദരമായിട്ടുള്ള രൂപത്തിൽ, മനസ്സിനിണങ്ങുന്ന രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കുക. ഇഷ്ടദേവതാ രൂപത്തിൽ, ഇന്ന തരത്തിൽ വേണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലാവാം. ഇതുകൊണ്ടാണ് ആത്യന്തിക ശ്രേയസ് മനുഷ്യനുണ്ടാവാമെന്ന് മനസ്സിലാകുന്നത്. അതാണ് ആ വേദസാരമാണ് ഭാഗവതം. നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ഇവിടെ 7 ദിവസമായിട്ട് നമ്മളിവിടെ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. അത് എത്രയൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, ആരൊക്കെയാണ് കേട്ടേക്കുന്നത്, അവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടായി എന്ന് വിവരിച്ചു തരുന്നതാണ് മാഹാത്മ്യം. പല പുരാണങ്ങളിലുണ്ടെങ്കിലും അതിൽ ഭക്തിയുടെ മഹത്വം കാണിക്കാൻ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവാൻ പറ്റുന്നത് പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ഒരു 6 അധ്യായം ഉമാമഹേശ്വര സംവാദ രൂപത്തിലുള്ള 6 അധ്യായങ്ങളാണ് അത് വർണ്ണിക്കാറ്. അതിൻ്റെ ഒരു സാരമാണ് നമ്മളിപ്പോൾ മാഹാത്മ്യമായിട്ട് ഇവിടെ കേൾക്കാൻ പോകുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൂടെ ഒരു 100 പ്രാവശ്യം മര്യാദയിൽ അതിനേക്കാൾ കൂടുതൽ നടന്നുണ്ട്. ഒരു കാലത്ത് ജീർണിച്ചൊക്കെ കിടന്നിരുന്നു. പിന്നെ ഭക്തന്മാരെല്ലാവരും കൂടി വളരെ നന്നാക്കി. അതിന് ശേഷം ഇതിൽ നടന്നുണ്ട് 11 വർഷം തുടർച്ചയായിട്ട് കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ നവാഹം ഉണ്ടായി. അതിനൊക്കെ വരുമ്പോഴും ദിവസം ഇവിടെ വരും.
അതല്ലാതെ ഇവിടെ അടുത്ത് ആൾക്കാരുണ്ട്, ബന്ധുക്കളൊക്കെ അവിടെ വരുമ്പോൾ ഇവിടെ വരും. ഇങ്ങനെ എത്രയോ പ്രാവശ്യം. അപ്പോൾ ഭഗവാന്റെ ഒരു സങ്കല്പം അത് പോരാ, ഏതാനും വാക്കുകളെ കണ്ട ഒരു പുഷ്പാഞ്ജലി പോലും ചെയ്യാവുന്ന. സാധാരണ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. അത് പ്രഭാതത്തിലാണ് പുഷ്പാഞ്ജലിയുടെയൊക്കെ ശരിയായിട്ടുള്ള സമയം. എന്നാലും രണ്ട് ദിക്കിലും ദർശിക്കാനും രാമകൃഷ്ണന്മാരെ ദർശിക്കാനും ആ രാമകൃഷ്ണന്മാരുടെ വിശേഷ ലീലകളാണല്ലോ ഈ ഭാഗവതത്തിലും വർണ്ണിക്കാൻ പോണു. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഇതിൽ വന്ന് ഇതിൻ്റെ ഒരു ആരംഭം കുറിക്കാനും കൂടി കഴിഞ്ഞു. വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ പുഷ്പാഞ്ജലി പോലെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.